നമസ്കാരം. ഒന്നാം ബലാത്സംഗം, രണ്ടാം ബലാത്സംഗം, മൂന്നാം ബലാത്സംഗം ഇങ്ങനെ എവിടെയും കേട്ടിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമാണത്. ഒന്നൊക്കെ എല്ലായിടത്തും സംഭവിക്കും. പുരുഷന്മാരാണെങ്കിൽ അപ്പോഴും പെണ്ണിനെ കയറി പിടിച്ചു നോക്കി വരും. ഏറ്റവും കുറഞ്ഞത് മറ്റേ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഒന്നിങ്ങനെ ഇങ്ങനെ മുട്ടി നോക്കി വരും. ചിലപ്പോൾ പെണ്ണുങ്ങളും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂ നിൽക്കുന്നിടത്ത് ഇപ്പോൾ രണ്ട് പെണ്ണാൾക്ക് ആണുങ്ങൾക്ക് വേറെ, അല്ലെങ്കിൽ ആണുങ്ങൾ അവിടെ നിന്നിട്ട് ഗുരുവായൂരപ്പോ പ്രശ്നമുണ്ടാവും. ചിലപ്പോൾ അവിടെ മുട്ടും അത് പതിവാ. അതിന് ചിലപ്പോൾ ബലാത്സംഗം പേരിട്ട് വിളിക്കും. ചിലപ്പോൾ അതിൽ ചില പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടാവും, ആയിക്കോട്ടെ. പക്ഷേ ഇതിപ്പോൾ ഒന്നാം ബലാത്സംഗം, രണ്ടാം ബലാത്സംഗം, ഇതിപ്പോൾ മൂന്നാമത്തെ ബലാത്സംഗമായിട്ടുണ്ട്. അപ്പോൾ ഇവനെ എന്താ ചെയ്യേണ്ടത്? ഇത്രയും കാലം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താണ്. കുറേയൊക്കെ ഒരു ചെറുപ്പക്കാരനല്ലേ അബദ്ധം സംഭവിച്ചതെന്ന് വെച്ച്, ഇത് അബദ്ധമല്ല. ഇത് ഇവൻ്റെ കുലത്തൊഴിൽ എന്ന് പറഞ്ഞില്ല, ഇവൻ്റെ സ്ഥിരം ഒരു പരിപാടിയാണ്. ഇതിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അയാൾ ചെന്നെത്തി നിൽക്കുന്നത്, അയാൾക്ക് സിംഹാസനമൊക്കെയും കിട്ടും ഇരിക്കാൻ. MLA ആണെങ്കിലും MP ആണെങ്കിലും സിംഹാസനമൊക്കെയും കിട്ടും. സഞ്ചരിക്കാൻ സുവർണ്ണരഥം എന്നൊക്കെ പറഞ്ഞ കാറൊക്കെയും കിട്ടും. പക്ഷേ എപ്പോഴും അയാളുടെ തലയുടെ മേലെ ഒരു വാളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവുമെന്ന് മാത്രം. ആയതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാണ്. അയാളെ കണ്ടിട്ടാണ് ലോകം അവിടുത്തെ ജനങ്ങളെ വിലയിരുത്തുക. ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു തോന്നിവാസം കാണിക്കാൻ പറ്റില്ല. അയാളെന്തൊരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അത് ആ രാജ്യത്ത് സർവ്വ അത് ഏശുകയാണ് വാസ്തവത്തിൽ. ഇപ്പം അമേരിക്കയിൽ ട്രംപ് ഉണ്ട്. നമ്മുടെ ധാരണ എന്താ? എല്ലാ അമേരിക്കാരും ട്രംപിൻ്റെ ആൾക്കാരാണ്. നമ്മളങ്ങനെ വിലയിരുത്തുക. പക്ഷെ അവിടെ എത്രയോ സംശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് വേറെ കേസ്. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്. തൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം പടിപടിയായിട്ട് കയറി പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. അടുത്ത പ്രാവശ്യം MLA ആകാൻ പോകുന്നു. ഇനി കോൺഗ്രസ് എപ്പോഴും അധികാരത്തിൽ വരികയാണെങ്കിൽ യൂത്തിൻ്റെ പ്രതിനിധി എന്നതായിരിക്കും, അദ്ദേഹം മന്ത്രിയാകും. അപ്പോഴും ആൾക്കൊരു 30-35 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ടില്ല. വലിയൊരു ഭാവി മുന്നിൽ കിടക്കുകയാണ്. അപ്പം ഇത്രയ്ക്കും വെച്ച് ഒരു പെൺകുട്ടിയുടെ ഒരു കംപ്ലൈൻറ്റ് വന്ന് കേസ് എടുത്ത് ഇയാളായിട്ട് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു, കോൺഗ്രസ്സുകാർ അവരെ ഇയാളെ പുറത്താക്കി. അപ്പോഴും പറഞ്ഞു, അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമല്ലേ, മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇയാളുടെ കാര്യം എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞത്, ഒന്നാം ബലാത്സംഗം അറസ്റ്റ് നടക്കാം, ഇയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കി, പറ്റിയില്ല, അപ്പോഴേക്കും ജാമ്യം കിട്ടി. രണ്ടാം ബലാത്സംഗം, അതിലും അറസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞു. മൂന്നാം ബലാത്സംഗത്തിൻ്റെ കേസ്, അതായത് ദുബായിൽ നിന്നോ മറ്റോ അമേരിക്കയിൽ നിന്നോ മറ്റോ വീഡിയോയിലൂടെയാണ്, കോൺഫറൻസിലൂടെയാണ് കാര്യങ്ങൾ മുഴുവൻ വെളിപാടാക്കിയത്. എല്ലാ തെളിവോ കുട്ടികളുടെ കയ്യിലുണ്ട്. എന്താ ഭ്രൂണത്തിൻ്റെ തെളിവോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും സമയത്ത് പോലീസുകാർ എന്ത് ചെയ്തു? ഒരാളെ അറിയിച്ചില്ല. പോലീസ് സങ്കേതത്തിന് മാത്രമേ കാര്യങ്ങൾ അറിഞ്ഞുള്ളൂ. പോയി പിടിച്ചു, തുറുവായിട്ട് ജയിലിലേക്ക് വിട്ടിട്ടുണ്ട്. അതീവ രഹസ്യമായിട്ടാണ് പോലീസ് നീക്കം നടത്തിയത്. ഇയാൾക്കെതിരെ മൂന്നാം ബലാത്സംഗം, അതിൽ ആ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. ഇനി വേറൊരു കാര്യം പറയാം, ഇവളെന്തിനാക്കി നിന്നു കൊടുക്കുന്നത്? അത് ഇയാളെ ഇതിൽ രണ്ട് വശവും നോക്കണം. ആ പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം അറിയില്ല. ഇവനെല്ലാം അറിയാം. ഇവൻ അവിടെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഇവളെ കീഴ്പ്പെടുത്താൻ നോക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇനി ഇവളെ അയാൾ വലിച്ചെറിയും, അതും വലിച്ചെറിഞ്ഞ് ഇതും വലിച്ചെറിഞ്ഞ് ഇവിടെയും വലിച്ചെറിയും, പിന്നെ അടുത്ത ആളെ നോക്കും. അപ്പം ഇവൻ്റെ മനസ്സിൽ കളവുണ്ട്.
മറ്റു കുട്ടികളുടെ മനസ്സിലോ ഒരു MLA ആകാൻ പോകുന്നവൻ, സുന്ദരനായിട്ടുള്ള ഒരുവൻ, പഠിപ്പും വിദ്യാഭ്യാസമുള്ള ഒരുവൻ, പേരും പ്രശസ്തിയുള്ള ഒരുവൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ആ കുട്ടികൾ വീണ് പോകും. വീണ് പോകാൻ പാടില്ല, പക്ഷെ വീണ് പോകും. ഏതായാലും ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് കാര്യം നടത്തി കഴിഞ്ഞാൽ പെണ്ണിനെ ഗർഭിണിയാക്കുക. ഗർഭിണിയായി കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞത് എൻ്റെ അമ്മ, അതൊരു സാധ്യമായിട്ടുള്ള സ്ത്രീയാണത്, നമ്മൾ കണ്ടതാണ്. നീ ഗർഭിണിയായി കഴിഞ്ഞാൽ എൻ്റെ അമ്മ സമ്മതിക്കും, അല്ലെങ്കിൽ അമ്മ ചോദിക്കും അവൾ ഏതാ ജാതി, അവൾ ഏതാ മതം, അങ്ങനെയൊക്കെ പാടുള്ളൂ, വീട്ടുകാർ സമ്മതിക്കുമെങ്കിൽ പറഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ട് നീ അങ്ങനെ നിൻ്റെ ബലൂൺ ഞാൻ വീർപ്പിച്ച് തരാം. അത് ഞാൻ അമ്മയോട് പറയാം, അമ്മേ ഇതിങ്ങനെ ഞാനും ബലൂൺ വീർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പിന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ പെണ്ണുങ്ങളെ അവിടെ അടുത്ത് പോകുന്നതും അവനാവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ സാധിച്ചെടുക്കുന്നത്. എന്നിട്ട് ഗർഭിണി ആയിക്കഴിഞ്ഞാലോ എടുത്തവനെ പറയാം, അത് എൻ്റെ ഗർഭമൊന്നുമല്ല, നീ അത് അലസി കളയടി, ലഹളയും പ്രശ്നങ്ങളൊക്കെയായി. എത്ര ആളുകൾ ഇതുപോലെ സങ്കടപൂർവ്വം ഇതെല്ലാം മനസ്സിലടക്കി ഒതുക്കി ജീവിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മളുടെ കന്യാസികളുടെ കേസ് വന്നു, അനുപമ സിസ്റ്റർ എല്ലാവരും കേസ് വന്നു. ഫ്രാങ്കോ എന്ന് പറയുന്ന നമ്മുടെ തൃശ്ശൂർ സ്വദേശിയാണ് അദ്ദേഹം. മറ്റത്തുള്ളതാണ്, അയ്യന്തോൾ പള്ളിയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ആളുകളോടുള്ള പെരുമാറ്റം സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും വീണുപോയി. ഇയാൾ അവരെ പീഡിപ്പിച്ചും അവരങ്ങനെ നിലനിർത്തി. കാരണം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കെതിരെ അവർക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ആ സംഭവം, ഈ സിസ്റ്റർമാരുടെ സംഭവം, അവർക്കും ഇത് ഒളിപ്പിച്ചു വെക്കാനേ പറ്റുള്ളൂ. ആ സിസ്റ്റർ ഇന്നലെ നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഞാനിത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മടം ചാടിയവള്, അവർക്ക് ഒരു ബാക്കപ്പ് കൊടുക്കേണ്ട അവർ കൊടുക്കില്ല. പിന്നെ ജീവിതാവസാനം മുഴുവൻ കള്ളിപ്പെണ്ണായിട്ട് തുടരേണ്ടി വരും. ആയതുകൊണ്ട് എല്ലാം ഞാൻ സഹിച്ചു പുറത്ത് ജീവിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ദിലീപിൻ്റെ കേസ് വരുന്നത്. ദിലീപിൻ്റെ കേസിലെ പെൺകുട്ടി സംഭവം വെളിച്ചത്താക്കി. അതിവർക്ക് വലിയൊരു പ്രചോദനമായി. അങ്ങനെ സിസ്റ്റർ അനുഭവമി എല്ലാവരും കൂടി എറണാകുളത്ത് വിട്ട് സമരം നടത്തിയതും ഇപ്പോൾ അവർ ആ മടവും വിട്ടുപോയി. എന്തിനെങ്കിലും മടം അവർ വിട്ടുപോയി. ഇപ്പോൾ ഈ അമ്മ, ഇപ്പോൾ ഈ ബലാത്സംഗത്തിന് വിധേയയായിട്ടുള്ള അമ്മ പോലും ഇന്നലെ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്താ അറിയോ, അതോടുകൂടിയിട്ട് ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ ഒരു ഏതൊരു നാൾ സ്ത്രീയുടെ പ്രസവത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞൊരു പഴം തുണിക്കട്ട അതിനകത്ത്, അത് ദിവസം വേദനയും അതും ഛർദിലും അതും ഇതും അതെടുത്ത് പുറത്ത് കളഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഭേദമായി എന്ന് പറയുന്ന പോലെ വലിയൊരു ഭാണ്ഡക്കെട്ട് ഇവരൊരു അന്തരംഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ അമ്മ കന്യാസ്ത്രീ. അത് ഇന്നലെ എടുത്ത് പുറത്തുവിട്ടപ്പോൾ അവർക്ക് വളരെ ആശ്വാസമായി. വാസ്തവത്തിൽ അതിന് പ്രചോദനമായത് നമ്മുടെ ദിലീപിൻ്റെ കേസ്. ഇതുപോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. ഒരു പെൺകുട്ടി ഈ കാര്യം പറഞ്ഞപ്പോൾ ഇവനാൽ അതിക്രമം നേരിട്ട പല പെൺകുട്ടികളും ഉള്ള കാര്യങ്ങൾ വെളിച്ചത്താക്കാൻ തുടങ്ങി. ഞങ്ങളായിട്ട് ഇതിനെ മൂടി വയ്ക്കുന്നത്, അവൻ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെടണ്ട. ഇപ്പം ഈ നിലയ്ക്കാണെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നും അഥവാ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തും പറയുന്നത്, ചുരുങ്ങിയത് അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഒരു 15 കേസെങ്കിലും ഇവൻ്റെ പേരിലുണ്ടാവുന്നതാണ്. ഇവരിത് സ്ഥിരം പരിപാടിയായിരുന്നു. കാരണം ബുദ്ധിമുട്ടില്ല, രാഷ്ട്രീയ നേതാവാണ്, മുമ്പ് വളരെ കാണാൻ കൊള്ളാവുന്ന പയ്യനാണ്, വിദ്യാഭ്യാസമുള്ള പയ്യനാണ്, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, പിന്നെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു, അതിന് കാരണം പറഞ്ഞു, കൂടെ കിടന്ന് നിൻ്റെ വയറ് വീർപ്പിച്ചാൽ മാത്രമാണ് എൻ്റെ അമ്മ സമ്മതിക്കുള്ളൂ, അതുകൊണ്ട് നമുക്ക് പണി ആരംഭിക്കാമെന്ന് പറഞ്ഞു. പെൺകുട്ടി പെട്ടു. ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു. പിന്നെ ഗർഭഛിദ്രം മാത്രമല്ല, ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ ഒരു ഇരയെ വേട്ടക്കാരൻ അറ്റാക്ക് ചെയ്യുന്ന പോലെ, അതാണ് ഇവൻ്റെ താല്പര്യം. അത്ര ബലാത്സംഗം ചെയ്യണം. ഈ സമ്മതിവന് കല്യാണം കഴിച്ചാൽ ആ പെണ്ണിനെയും അവനോട് പറയും, എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണം. അത് ഓരോരുത്തരും ഓരോ കേടുകളാണല്ലോ. ലൈംഗിക ബന്ധത്തിൽ പല വകുപ്പുകളുണ്ടല്ലോ. അതിൽ ഇവനെ ഇഷ്ടപ്പെട്ട വകുപ്പ് അതാണെന്നാണ് പറയുന്നത്. ഗർഭഛിദ്രത്തിനുള്ള പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഈ പുതിയ കേസ് ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് MLA ആണ് ഇപ്പോഴും. ശരിക്കും പറയുന്നത് കോൺഗ്രസ്സുകാരെ കൊള്ളാഞ്ഞിട്ടാണ്. ഇനിയെങ്കിലും ആദ്യത്തെ കാലം പോട്ടെ, ഇപ്പോൾ ഈ 1-ാം ബലാത്സംഗവും 2-ാം ബലാത്സംഗവും 3-ാം ബലാത്സംഗവും കഴിഞ്ഞിട്ട് പോലും MLA സ്ഥാനം നിലനിർത്തുന്നുണ്ടെങ്കിൽ ചുട്ട പൂശി വെച്ച് കൊടുക്കുക വേണ്ടത്. ഇനി ആ ഭാഗത്തും നല്ല അടിയിട്ട് വേണം. പാലക്കാട്ടുകാരും അതുപോലെ തന്നെ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം.
കാരണം ഇത് തൊഴിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാം, പോട്ടെ പുല്ല്, അത് വിട്ട് കളാതൊക്കെ പറയാം. പക്ഷേ ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാണ്. MLAക്കെതിരെ ലഭിച്ച പുതിയ പരാതി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ട് ജയിലിലേക്ക് അയച്ചിട്ടുള്ളത്. പാലക്കാട് KPM ഹോട്ടൽ, അവിടെയാണ് ശനിയാഴ്ച രാത്രി 12:30 അർദ്ധരാത്രിക്ക് കയറി പിടിച്ചത്. ഇങ്ങനൊരു പെൺകുട്ടി കൂടി ഉണ്ടെന്നും താൻ ഒരു പെൺകുട്ടി കൂടി ഇരയാക്കിയിട്ട് അതിനെ വേട്ടയാടിയിട്ടുണ്ട്, ഇവനെ ആൾക്കറിയാലോ എവിടേക്കാണെന്ന്. ഒരു പെൺകുട്ടി രംഗത്ത് വന്നു, സിനിമയിലേക്ക് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആദ്യത്തെ പെൺകുട്ടി. രണ്ടാമതൊരു പെൺകുട്ടി ബാംഗ്ലൂരാണ്, അത് രംഗത്ത് വന്നു, അവിടെ അവൻ്റെ കെട്ട് മുറുകി. അതിനുശേഷം ഇനിയൊരു പെൺകുട്ടി വരുന്ന വിചാരിച്ചല്ല, ഇപ്പം അതും വന്നു. അത് വന്നതെങ്ങനെ? ഇവനോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ തൻ്റെ പേരിൽ കേസ് കൊടുക്കും കേട്ടോ, തന്നെ വഞ്ചിച്ചില്ലേ, തന്നെ ഞാൻ വഞ്ചിക്കട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അപ്പം തന്നെ ഇവൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പോലീസുകാരെ തടയും, അല്ലെങ്കിൽ മുങ്ങും. പക്ഷെ ഇതെന്തുണ്ടായി? നേരെ ഈ കുട്ടി ദുബായിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്, ഈ കുട്ടി നേരെ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസിനെ ഓൺലൈനിലൂടെ, മുഖാമുഖം ഓൺലൈനിലൂടെയാണ് കാര്യം പറഞ്ഞത്. ആ പോലീസുകാർ പറഞ്ഞൊരു കാര്യം എത്ര മാത്രമേ ഉള്ളൂ, ഇതിപ്പോൾ മനസ്സിൽ വയ്ക്കുക, ഒരാളോടും പറയണീച്ചയോടും പോലും പറയേണ്ട പറഞ്ഞു. ആ കുട്ടിയാളും പറഞ്ഞില്ല. ഇവർ പിന്നെ ഇവൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇതിനുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ, ഓടിപ്പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളും അതും ഇതും അവിടുത്തെ മൊഴിയും ആ കാര്യങ്ങളും ആ കുട്ടി കൊടുത്ത തെളിവുകളും എല്ലാ കാര്യങ്ങളും എല്ലാം കൂടി ഭദ്രമാക്കിയിട്ട് ഇവനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇവനൊട്ടും അറിഞ്ഞിട്ടുമില്ല തൻ്റെ പുറകിൽ പോലീസ് ഉണ്ടെന്നുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുമില്ല. കാരണം 2 കേസ് അതിപ്പോൾ വിടുതലായിട്ട് നിൽക്കുകയാണല്ലോ, ജാമ്യത്തിൽ നിൽക്കുകയാണല്ലോ. മൂന്നാമത് ഇങ്ങനൊരു കേസ് വന്നു എന്ന് അവൻ അറിഞ്ഞിട്ടുമില്ല, പോലീസ് തൻ്റെ പുറകിലാണെന്ന് അറിഞ്ഞിട്ടുമില്ല. ആ പെൺകുട്ടിയും ഒരു സൂചന കൊടുത്തിട്ടില്ല. കൃത്യമായിട്ടും അതീവ രഹസ്യമായിട്ടുള്ള നീക്കമായിരുന്നു. ഏതായാലും പിടിച്ചു, പാലക്കാട്ടിൽ നിന്ന് പിടിച്ചു, നേരെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. വേറെ ഒരിടത്ത് കഴിഞ്ഞാൽ ആൾക്കാർ പറയും മഹാത്മാഗാന്ധിക്ക് ജയിൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും, ഓണഗ്രാസുകാർ. അപ്പോൾ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി, കാര്യം കഴിഞ്ഞില്ലേ. ആയതുകൊണ്ട് തന്നെ അവിടെ തടയാൻ നിൽക്കുകയോ ആരും അറിഞ്ഞിട്ടില്ല. മുള്ളുവേലി കെട്ടലോ മറ്റേ വെള്ളം ചീറ്റി ആൾക്കാരെ കുളിപ്പിക്കലോ ഒന്നും അവിടെ നടന്നില്ല. അപ്പോൾ ഈ ആളെ അവിടുന്ന് മുക്കി ഇവിടേക്ക് കൊണ്ടുപോയി, AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഇവർക്ക് ഇമെയിൽ മുഖാന്തരമാണ് കേട്ടോ പരാതി കിട്ടിയിട്ടുള്ളത്, പെൺകുട്ടി നേരിട്ടല്ല പരാതി കിട്ടിയിട്ടുള്ളത്. ആ യുവതിയുടെ മൊഴി അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ഷൊർണൂർ DYSP ഉൾപ്പെടെയുള്ള സംഘം ഹോട്ടൽ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത ശേഷമാണ് നടപടി സ്വീകരിച്ചത്. ഹോട്ടലുകാർ വിചാരിച്ച് വല്ലതും ഇപ്പോൾ റെയ്ഡ് വല്ല കാര്യമാണെന്നൊന്നും അറിയില്ല. കാരണം ഇവരവിടെ കയറുന്ന സമയത്ത് ഇവനെ വിവരം അറിഞ്ഞു കഴിഞ്ഞാലോ, അവരെ മറ്റുള്ളവരെ വിവരം അറിയിച്ചാലോ. അതുകൊണ്ട് ഇവനെ അവിടെ നിന്ന് പൊക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നേതാവിനെ പൊക്കിക്കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴി നിങ്ങളെ സമരായിരിക്കും. അപ്പോൾ അതിനൊന്നും ഇവർ സമ്മതിച്ചില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം എത്രയേ? 1 ആംബലാത്സംഗം, 2 ആംബലാത്സംഗം, 3 ആംബലാത്സംഗം, അറിയപ്പെടാത്ത ബലാത്സംഗങ്ങൾ വേറെ. ഇനിയിപ്പോൾ അങ്ങോട്ട് രക്ഷപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും കേട്ടോ. മുമ്പ് ലഭിച്ച പരാതികളിൽ പോലീസ് നടപടി വരുന്നതിന് മുമ്പ് അവൻ ഓടിപ്പോയി. ഒരു കാലത്ത് പോലീസായിട്ട് വട്ടം കറക്കി എവിടെയോ തമിഴ്നാട്ടിലേക്ക് പോയി, ഒളിയിൽ പോയി. രണ്ടാമത് കേസ് വന്നപ്പോൾ എങ്ങനെയൊക്കെയോ സോഴ്സ് ചെലുത്തി ജാമ്യവും കിട്ടി, അറസ്റ്റിൽ നിന്നുള്ള വിടുതൽ കിട്ടി. ഇത്തവണ പറ്റിയില്ല. പാലക്കാട് റോബിൻസൺ റോട്ടിലെ KPM റീജൻസി ഹോട്ടലിലാണ് അവിടെ നിന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. ഇതേ ഹോട്ടലിലാണ് ഈ രാഹുലും കൂട്ടരും തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു പെട്ടി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായല്ലോ, ഈ ഹോട്ടലിനാണ്. അപ്പോൾ ആ ഹോട്ടലിലുണ്ടാവും സംശയിച്ചിട്ടാണ്, പാലക്കാട്ടിൽ നിന്നറിയാം, അപ്പോൾ ഈ ഹോട്ടലിലുണ്ടാവും സംശയിച്ചിട്ടാണ് അവിടെ തെരച്ചിൽ നടത്തിയത്. ഇവൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിലോ മറ്റോ അവർ പറഞ്ഞത് വലിയ ശല്യമായിട്ട് അവൻ അവിടെ നിന്ന് മാറേണ്ട ഗതികേട് വന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു രാഹുലിനെതിരായിട്ടുള്ള ആ കേസുണ്ടായത്. 2024 നവംബർ 5 അർജുനാശ്രീ നീലപ്പൊന്മാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നീലപ്പൊന്മാനെ, അതുപോലെ നീലപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നീലപ്പെട്ടി കൊണ്ടുവന്നിട്ട് DYFക്കാർ ഇങ്ങനെ പറഞ്ഞു നടന്നു, DYFക്കാർ നീലപ്പെട്ടി. പിന്നെ അവരുടെ ഇലക്ഷനിലൊക്കെ ഈ പെട്ടി കൊണ്ടാണ് നടന്നിരുന്നത്. എന്തോ പട്ടെ അതിന് പണം കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അതിന് പിന്നെ ഒന്നും കിട്ടിയില്ല. അന്ന് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാനും പറ്റിയില്ല. കൃത്യം 12 മണി, അതായത് അർദ്ധരാത്രി കഴിഞ്ഞ് പാതിരാത്രി, രാത്രി 12 മണിയോടെ ഹോട്ടൽ മുറിയിൽ പേഴ്സണൽ സ്റ്റാഫ് കൂടെയില്ലാത്ത സമയത്താണ് പോലീസ് നടപടി സ്വീകരിച്ചത്.
ഇവൻ്റെ പുറകെ തോക്കം പിടിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, MLA അല്ലേ. രാഹുലിൻ്റെ ഡ്രൈവറും സഹായിയും ഉൾപ്പെടെ പോയ ശേഷമായിരുന്നു പോലീസ് നടപടി. എല്ലാവരും പോയപ്പോഴാണ് രാഹുലേ വിളി കേട്ടത്. ബലാത്സംഗവും ഗർഭചിത്രത്തിനുള്ള പ്രേരണയുൾപ്പെടെ അതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു യുവതി നൽകിയ പുതിയ പരാതി, അതിനാണ് അത് മൂന്നാം ബലാത്സംഗത്തിൻ്റെ പരാതി. ഇമെയിൽ വഴി ആണ് പരാതി ലഭിച്ചത്. മൊഴി രേഖപ്പെടുത്തിയതും ഇതുപോലെ തന്നെ ഇത് ഓൺലൈൻ വഴിക്കാണെന്നാണ് കേട്ടത്. ഇയാൾ 2 ദിവസമായിട്ട് പാലക്കാടുണ്ട്. അവിടെ ക്ഷേത്ര ചടങ്ങുകൾ, ക്ഷേത്രക്കാർക്ക് പോരാ മതി. ക്ഷേത്രക്കാരിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആള് കൂടണം. അപ്പം അതിനെന്താ വേണ്ടത്? ഇത്തരം ആളുകൾ സീരിയൽ. അതുകൊണ്ടാണ് ഇപ്പോൾ പല അമ്പലങ്ങളുടെ പേരെന്താ അറിയോ? ലാലേട്ടൻ വന്ന അമ്പലം, ദിലീപ് വന്ന അമ്പലം, മഞ്ജു വന്ന അമ്പലം, ശിവൻ്റെ അമ്പലം എന്നൊക്കെയല്ല പറയുക. അവർക്കത് മതി. അമ്പലക്കാർ ഈ മായക്കാഷ്ടം പോലെ, പട്ടിക്കാഷ്ടം പോലെ കരുതുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ, സന്യാസിമാർ. ഞങ്ങൾ ഈ അമ്പലത്തിന് മുമ്പ് അവിടെയുള്ള കമ്മിറ്റിക്കാർ പറയും, ഒരു ചാമിയാർ പോണല്ലോ, അയാൾ എവിടേക്കാണ് പോണേന്ന് നോക്കിയാൽ നിങ്ങളെ കേട്ട ഇവിടെ ആരില്ല എന്ന് പറഞ്ഞേക്കാന്ന് പറയും. വെറുപ്പും മറപ്പാണ് ഞങ്ങളോട്. ഞങ്ങൾക്ക് ഈ ജന്തുക്കളോട് വെറുപ്പ് മറപ്പാണ് കേട്ടോ. ഞങ്ങൾ ലോകമായിട്ട് മുന്നോട്ട് പോകും. ഇവരെ കളി എത്ര കാലം നടക്കുന്ന അറിയണ്ടേ, നടക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇയാൾ അവിടെ പാലക്കാടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇയാളെ കൊണ്ടുപോകും. എന്നിട്ട് മറ്റേ മുണ്ട് പുതപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, അത് പുതപ്പിക്കലും പരിപാടിയൊക്കെ ഉണ്ട്, പൊന്നാട പുതപ്പിക്കലൊക്കെ ഉണ്ട്. അങ്ങനെ പാലക്കാട് ഒരു ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഇയാളെ താമസിച്ചിരുന്ന റൂം നമ്പർ 2002 അത് പോലീസ് സീൽ ചെയ്തു. അതിന് കഴിഞ്ഞ ദിവസമാണ് റൂം എടുത്തിട്ടുള്ളത്. പുതിയ പരാതി വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരേ സ്വഭാവമുള്ള 3 കേസായി. 1-ാം ബലാത്സംഗം, 2-ാം അങ്ങനെ. ആദ്യ കേസിൽ ഹൈക്കോടതി ഇയാളുടെ അറസ്റ്റ് തടഞ്ഞു, രക്ഷപ്പെട്ടു. 2ാമത്തെ കേസിൽ വിചാരണ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കൊടുത്തു, രക്ഷപ്പെട്ടു. ഉള്ളിൽ പോണ്ട വന്നില്ല. ഏതായാലും ഇപ്പോഴത്തെ ഓപ്പറേഷനിൽ ഒരുക്കങ്ങൾ ഇന്നലെ വൈകുന്നേരം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് നാറ്റിക്കാൻ പോലും പറ്റിയില്ല. മിടുക്കോടുകൂടി അവർ കാര്യം ചെയ്തു. 10 മണി മുതൽ ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊന്നും ഫോണിൽ കിട്ടിയിരുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാൻ അതിന് ഫോണിൽ കിട്ടിയിരുന്നില്ല. എന്തിനു പറയണോ, അവസാനം പിടിച്ചു. ഇപ്പം ഓടി നടന്നു നോക്കിയാൽ വെറുതെയായി. നമ്മളുടെ ചുങ്കക്കാരൻ്റെ കാര്യം പറഞ്ഞ ഘട്ടകുടി പ്രഭാതന്യായം എന്ന് പറയും, അല്ലെങ്കിൽ ഘട്ടകുടി പ്രഭാതന്യായം എന്ന് പറയും. ചുങ്കക്കാരൻ്റെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? അയാളെ മോഷ്ടിച്ചെടുത്ത എന്തോ വസ്തുവായിട്ട് ഇങ്ങനെ ചുറ്റി കാടിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇവിടെയാണ് ചുങ്കക്കാരൻ നിൽക്കുന്നത്. ഇയാൾക്ക് നേരെ പോകുന്ന കാര്യമുള്ളൂ. ഇയാൾ എന്ത് ചെയ്തു? ഇങ്ങനെ വളഞ്ഞ് കാടിൻ്റെ ഉള്ളിൽ കൂടെയും വളഞ്ഞ് മുള്ളുമുരുട് മോർക്കം പാമ്പ് ഇതെല്ലാം കൂടി അതിനെ തരണം ചെയ്ത് വന്ന് ഇയാളെടുത്ത് ചാടിയത് ഈ ഘട്ടകുടി ഈ പറയുന്ന ചുങ്കക്കാരൻ്റെ മുമ്പിൽ. പോയത് മുഴുവൻ പിടിച്ചിട്ടായില്ലേ. ഇല്ല, ഓടിച്ചാടി നടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവസാനം ചെന്ന് ചാടിയതാരുടെ മുമ്പിലാണ്? പോലീസുകാരുടെ മുമ്പിൽ. ഇനിയോ? നമസ്കാരം.